കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവി മനുഷ്യവിഭവശേഷിയിലാണെന്നും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയാണ് രാജ്യത്തിന്റെ നേട്ടങ്ങൾക്ക് അടിത്തറയെന്നും മന്ത്രി മോൻസി ജോസഫ് പറഞ്ഞു. SNDP യോഗം മീനച്ചിൽ യൂണിയൻ പാലായുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഘം 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠനത്തിലും അറിവിലും മികവ് പുലർത്തി കഠിനാധ്വാനികളായി വളർന്നാൽ മാത്രമേ യുവതലമുറയ്ക്ക് രാഷ്ട്രീയ ഭരണ സംരംഭകത്വ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളെത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഭാവി നിലകൊള്ളുന്നത് മനുഷ്യവിഭവശേഷിയിലാണ്. ഇതുവരെ നമ്മൾ കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയാണ്. പഠിച്ചു മിടുക്കരായി പരിശ്രമശാലികളായി കടന്നു വരുന്നതിലൂടെയാണ് നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുക. അത് രാഷ്ട്രീയ നേതൃത്വത്തിലായാലും ഉദ്യോഗസ്ഥ തലപ്പത്തായാലും വിവിധ രംഗങ്ങളിൽ സ്വയം സംരംഭകരായി കടന്നു വരുന്നതിലായാലും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിലായാലും എല്ലാം നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ടുള്ള അറിവും ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ഈ ഒരു പ്രാധാന്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതാണ് നമുക്ക് ഇതുവരെയുള്ള നേട്ടം. ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SNDP യോഗവും പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് പരമാവധി പരിശ്രമശാലികളായിട്ടുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നത് തീർച്ചയായിട്ടും കേരളത്തിന് അനുഗ്രഹമായ ഭാരതത്തിന് അനുഗ്രഹമായ വലിയൊരു കാര്യമാണ് ഇപ്പോൾ SNDP യോഗവും ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഭാവി ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട അറിവുമാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ മൂലധനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4 അധ്യയന വർഷങ്ങളിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ സംസ്ഥാനതല പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെയും ആദരിക്കുന്നതിനായാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. മീനച്ചിൽ യൂണിയൻ പ്രാർത്ഥനാ ഹാളിൽ നടന്നതാണെങ്കിൽ SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SNDP യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ വടക്കോട്ടൊക്കെ പോയി ചോദിക്കുന്ന ഉടനെ അവർ പറയുന്നത്, ഗുരുവിൻ്റെ പടം കാണുമ്പോൾ പറയുന്നത്, ഈ അപ്പൂപ്പൻ്റെ പടം ഞങ്ങളുടെ അടുത്ത വീട്ടിലും ഇരിപ്പുണ്ട്, മാമിയുടെ വീട്ടിലുമുണ്ട്, അപ്പൂപ്പനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആരുടെയോ ഗ്രാൻഡ് ഫാദറാണ് ശ്രീനാരായണ ഗുരു. നമ്മുടെ കുലഗുരുവാണെങ്കിലും ഗുരു ലോക ഗുരുവാണ്. അത് സാക്ഷാൽ ബ്രഹ്മമാണെന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ ഇവരെന്നെ ക്ഷണിക്കാനായിട്ട് വന്നപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുരുവിൻ്റെ ഒന്ന് കൊടുക്കണം, ഒരു ബുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ധർമ്മോത്സവം എന്ന് പറഞ്ഞുകൊണ്ട് 2024 ആയപ്പോൾ 100 വർഷം തികഞ്ഞതാണ് ഗുരു ഈ ശ്രീനാരായണ ധർമ്മത്തിലെ ഉപദേശം മനുഷ്യരാശിക്ക് തന്നിട്ട്. യൂണിയൻ ചെയർമാൻ OM സുരേഷ് കുട്ടികുന്നേൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ MR ഉല്ലാസ് മദിയത്ത്, ജോയിന്റ് കൺവീനർ KR ഷാജി, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ CT രാജൻ, അനീഷ് പുതുവേലിൽ, CP സുധീഷ് ചമംകുളം, KG സാബു, യൂണിയൻ വൈസ് ചെയർമാൻ AD സജീവ്, KR സജി എന്നിവരും വിവിധ പോഷക സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു.